പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീലമരി ഹെന്നയില്ലാതെ എങ്ങനെയാണ് മുടി കറുപ്പിക്കാന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടു നോക്കാം. കൂടെ തന്നെ 2 അടുക്കള ടിപ്സുകളുണ്ട്. അപ്പോൾ അത് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ, ഇതെന്താന്ന് പറയുക, കഞ്ഞുണ്ണി നമ്മൾ ഒറിജിനൽ കഞ്ഞുണ്ണി ഉണ്ടെങ്കിൽ, കഞ്ഞുണ്ണി പാടത്തൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, അരച്ചിട്ട് എടുത്താൽ മതി. ഇത് നമുക്ക് പെട്ടെന്ന് പാടത്തേക്കൊക്കെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പൊടി മേടിച്ചത് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഞ്ഞുണ്ണിയാണെങ്കിൽ നല്ല പച്ച കളറായിരിക്കും കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ കലക്കാൻ നോക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണതാണ് മൈലാഞ്ചി വേണ്ട, നീലമരി വേണ്ട, നെല്ലിക്ക, ലേശം നെല്ലിക്ക എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ചെടുക്കണുള്ളൂ കേട്ടോ, എനിക്ക് കുറച്ച് മതി നെല്ലിക്ക. ഇനി മുടി ഒന്ന് നല്ലൊരു ഭംഗി കിട്ടാനായിട്ട് ലേശം ഉണക്കണം കേട്ടോ. 2-3-4 തുള്ളി ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഒരേ ഒരു കാര്യം, കഞ്ഞിവെള്ളം, തണുത്ത കഞ്ഞിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കഞ്ഞിവെള്ളം താല്പര്യം ഇല്ലെങ്കിൽ, ഇപ്പോൾ മഴക്കാലത്ത് കഞ്ഞിവെള്ളം തേക്കുമ്പോൾ നമുക്ക് തൊണ്ടവേദന കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ, തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ചായല വെള്ളം എടുക്കുക. അതിൽ കുറച്ച് തുളസി ഇട്ടിട്ട്, അത് മതി, തുളസി ഇട്ടിട്ടുള്ള ചായല വെള്ളം അതിട്ടാലും മതിട്ടോ. ഞാനിപ്പോൾ കഞ്ഞിവെള്ളമാണ് കൂടുതൽ ഗുണം. ഇത് വെള്ളം കൂടിയാലും കുഴപ്പമില്ല. വെള്ളം പരമാവധി നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ വേണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പാടത്ത് പോയിട്ട് അവിടെ നിന്ന് കഞ്ഞുണ്ണി എടുത്താൽ മതി കേട്ടോ. ഇത് പാടത്തെ കഞ്ഞുണ്ണി കിട്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. നല്ലോണം മിക്സാക്കി എടുക്കാം. ആവണക്കെണ്ണ 2 തുള്ളി വെച്ചിട്ടുണ്ട്. അതില്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്ക ദിവസം തേച്ച് കൊടുക്കാം. കുറേശ്ശെ എടുത്തിട്ട് മുടി ഇഴകളിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അല്ലാതെ ആഴ്ചയിൽ മാസത്തിലൊന്നല്ല, മിക്ക ദിവസം തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മൈലാഞ്ചി നീലമരിയും തേക്കാൻ താല്പര്യമില്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ആഴ്ചയിൽ, മറ്റേതൊക്കെ ആഴ്ചയിലാണല്ലോ, ആഴ്ചയിൽ തേക്കുന്നവരുണ്ട്, 4 ദിവസം തേക്കുന്നവരുണ്ട്. 1-2 തേച്ചെങ്കിലാണ് എന്ത് കാര്യം നമുക്കത് പിടിക്കുള്ളൂ. അല്ലാണ്ട് ആഴ്ചയിൽ തേച്ചിട്ട്, എനിക്ക് തോന്നില്ല ആഴ്ചയിൽ തേച്ചിട്ട് നമുക്ക് കളർ വരുന്നു. അധികം 1-2 തേക്കുക. നല്ല വെളുത്ത മുടിയാണെങ്കിൽ 1-2 തേക്കുക. അത് തലകുട്ടിയിൽ നല്ലോണം പൊത്തണ്ട. ആ മുടി വേരുകൾ എടുത്തിട്ട് തേച്ചാൽ മതി. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത്തിരി പരത്തിയിട്ട് കൊടുക്കട്ടോ. ഇപ്പം ഞാൻ രാത്രിയാണ് ചെയ്യണത്. ഇനി രാവിലെ ഞാനെടുത്ത് കാണിക്കാം കേട്ടോ അതെങ്ങനെയുണ്ടെന്ന്. നല്ലോണം അടച്ച് വയ്ക്കുക. ശരിക്കും അടപ്പ് ശരിയായില്ല. നല്ല അടപ്പിട്ട് അടച്ച് വയ്ക്കുക. രാവിലെ കാണിച്ചു തരാം കേട്ടോ. രാവിലെയാണ് ഞാൻ തലയിൽ തേക്കാൻ പോകുന്നത്. അപ്പോൾ പിറ്റേ ദിവസത്തെ ഒരു ഇതാണ് കാണുന്നത്. കണ്ടോ, നല്ലോണം കറുത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുപോലത്തെ ഒരു ചെറിയൊരു ചെപ്പ്, ആവശ്യമില്ലാത്ത ചെപ്പ് വേണമെങ്കിൽ എടുക്കുക. ഇതുപോലെ കണ്ട റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. റബ്ബർ ബാൻഡ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലേ. എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കളയാൻ വെച്ചതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറവുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചിരി കൂടി ഉണ്ടെങ്കിൽ ചുറ്റും വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ പാത്രം കഴിയണ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഈ പാത്രം കഴുകി കഴിഞ്ഞിട്ട് സ്ക്രബ്ബർ അതിൽ തന്നെ ഇടും. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ പാത്രം കഴുകണം. ആ പാത്രത്തിലാണ് നമ്മൾ ചോറിനത്. അപ്പോൾ സ്ക്രബ്ബർ എപ്പോഴും അതിൽ കിടന്നിങ്ങനെ പൊട്ട സ്മെല്ലടിക്കാതിരിക്കാൻ ഇതുപോലെ വെച്ച് കൊടുക്കാം എപ്പോഴും. അപ്പോൾ നമ്മൾ പാത്രം കഴിയുന്നോടെ തന്നെ അതും വെച്ച് കൊടുക്കുക. അതിൻ്റെ അടിയിലത്തെ വെള്ളം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം ഒരു വൃത്തിയായി കിട്ടും. നമ്മൾ സ്ക്രബ്ബർ കേടാവില്ല, പൊട്ട സ്മെല്ലടിക്കില്ല. അപ്പോൾ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അടുത്ത ടിപ്പാണ്, കുറേ വേസ്റ്റ് കവറുകൾ നമ്മുടെ വീട്ടിലുണ്ടാവും. എപ്പോഴും ഓരോന്ന് വാങ്ങിച്ചിട്ടില്ലേ, നല്ല കവറുകളൊക്കെ നമ്മൾ ഇതുപോലെ എടുത്തേക്കും. അത് നമ്മൾ പഞ്ചായത്തിലെ ആൾക്കാർ വരുമല്ലോ, അവർക്ക് കൊടുക്കാൻ മിക്കവർക്കും ബുദ്ധിമുട്ടാണ്. വേണ്ടെങ്കിൽ അത് എടുത്തേക്കും. അത്രയും മോശം കവറുകൾ മാത്രം നമ്മൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് കഴുകിയിട്ട് അത് കൊടുക്കും. ഞാനങ്ങനെ ചെയ്യാറ്. അല്ലാത്ത കവറുകളൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമെന്ന് വെച്ചിൽ വയ്ക്കും. അപ്പോൾ ഇങ്ങനെ വെക്കാതെ അതിനൊരു ടിപ്പ് കാണിച്ചു തരാം.
ഇതുപോലെ ഒരു കുപ്പി എടുക്കുക, അതിലേക്ക് ഇതുപോലെ വെള്ളം എടുക്കുക. അതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് വേണ്ടാത്ത കവർ, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല കവറുകൾ, അപ്പോൾ അവിടെ ഇവിടെയും വലിച്ചു വാരിടാതെ ഇതുപോലെ ചെയ്യാം. ഇനി അതിൻ്റെ മേലെ ഇതുപോലൊരു വലിയൊരു കവർ വെച്ച് കൊടുക്കാം. വെയിറ്റ് കൂടി ഇപ്പോൾ അത് ക്യാൻസൽ ഉണ്ടാക്കാം. വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ നടുഭാഗം ഉണ്ടല്ലോ ഒന്ന് മുറിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് പൊന്തിച്ചെടുക്കാം. ഈ നമ്മുടെ ഈ കവർ കണ്ട ഇവിടെ ഇങ്ങനെ കുളത്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്കിങ്ങനെ ആവശ്യത്തിന് വലിക്കാം. ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, നല്ല വൃത്തിയിൽ ഇരിക്കുകയും ചെയ്യും. നമുക്ക് വേണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പഞ്ചായത്തിലെ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മുടെ ഹെന്നയിലേക്ക് പോവാട്ടോ. കണ്ടോ ഹെന്ന നമ്മളിതിന് തല തേച്ച് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ കഞ്ഞിവെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ വേനൽക്കാലത്താകുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം എന്തായാലും വേണ്ടി വരും, നല്ല തണുപ്പ് കിട്ടാനായിട്ട്. മഴക്കാലത്താണെങ്കിൽ കഞ്ഞിവെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ചായല വെള്ളത്തിൽ മിക്സ് ആക്കിയാൽ മതി. കഞ്ഞുണ്ണി നല്ലൊരു ഔഷധമായിട്ടുള്ള ഒന്നാണല്ലോ. അപ്പോൾ മുടി നിറയ്ക്കാതിരിക്കാനും നല്ല ഉള്ളോടി വളരാനും ഒക്കെ മാർക്ക് കിട്ടും. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട്